ഹായ്. കുറേ നാളായി യൂട്യൂബിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പം എൻ്റമ്മേ ആ ആ അപ്പം നമസ്കാരം ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? കുറേ നാളായി യൂട്യൂബിൽ വന്നിട്ട് എന്താണെന്ന് വിചാരിച്ചിരുന്നത്, ഇപ്പം കൂടെ പഠിച്ച പെൺകുട്ടികൾക്ക് കല്യാണമായി, കൂടെ പഠിച്ച ആൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞു. അപ്പോൾ എന്നോടിപ്പം നമ്മളോട് ചോദിക്കുന്നത്, നമുക്ക് ഫോൺ തുറക്കാൻ വഴിയില്ല, എന്താ മറ്റേ കല്യാണത്തിന് എപ്പോഴും നമുക്കൊരു ബിരിയാണി തരുന്ന ഇന്ന് എന്നോട് ചോദിച്ചതാട്ടോ. നിങ്ങൾക്കറിയാലോ, മഹേഷിൻ്റെ പ്രതികാരം തീർക്കുന്നത് ഇപ്പോൾ യൂട്യൂബിൽ കൂടിയാണ്. മഹേഷ് എപ്പോഴാണ് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെച്ചു, ബിരിയാണി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ, വരും, നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിവിടെ മറ്റേ നമ്മുടെ സംഗമത്തിലോ അല്ലെങ്കിൽ ആലത്തൂർ എവിടെ വേണമെങ്കിൽ പോയി കഴിക്കാം എന്ന് പറഞ്ഞു. അല്ല, നിൻ്റെ കല്യാണത്തിനുള്ള ബിരിയാണി എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയണത്. കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ മനസ്സിലാക്കണ, എന്നെ മനസ്സിലാക്കണ പെൺകുട്ടി വേണം. അപ്പം എല്ലാവരും ചോദിക്കും, എനിക്ക് ആരെങ്കിലും പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം 25 പ്രണയം ഉണ്ടായിരുന്നു. 25 പ്രണയത്തിലെ 24 പെണ്ണുങ്ങൾ എന്നെ തേച്ചു, ഒരെണ്ണത്തിന് ഞാൻ തേച്ചു. അതിലിപ്പോൾ ഞാൻ ഖേദിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയിച്ച ഞാൻ പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് ഇപ്പോൾ എല്ലാവരും കമ്മിറ്റഡാണ്, കാര്യങ്ങളാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കല്യാണം പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ്, ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ, എപ്പോഴും മഹേഷേട്ടാ എന്നെ, പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ആ പെൺകുട്ടി, ഞാൻ അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ മോശമൊന്നുമില്ലല്ലേ, മോശമില്ലല്ലോ, ഓക്കെ. അപ്പോൾ എന്താണ് കല്യാണം? അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പരസ്പരം ഞാൻ മനസ്സിലാക്കുന്ന, എന്നെ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് നിനക്കൊരു പെണ്ണ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത്, ഇതാണ് ഞാൻ. എൻ്റെ യൂട്യൂബിൽ എന്താണോ മഹേഷ് ഉള്ളത്, ഇതാണ് ഞാൻ. ഈ ക്യാരക്ടർ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഏതെങ്കിലും ഒരു കല്യാണം ശരിയാക്കുകയാണെങ്കിൽ ഞാൻ അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഇതൊക്കെയാണ് ഞാൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വരികയാണെങ്കിൽ മതി. അല്ലാതെ നമ്മളെ മനസ്സിലാക്കാത്ത ഒരാൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് ഒരു ദിവസമോ 2 ദിവസമോ അല്ലല്ലോ, നമ്മൾ ജീവിതകാലം ഒരുമിച്ച് ജീവിക്കേണ്ട ഒരാളല്ലേ. അപ്പോൾ ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും എനിക്കായിട്ട് മറ്റേ ദൈവത്തിൻ്റെ അതൊക്കെ കഥകളിലൊക്കെ പറയണ്ടോ, എനിക്ക് വേണ്ടി എവിടെയോ ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കല്യാണത്തിന് ഇനിയിപ്പം എൻ്റെ കല്യാണം അങ്ങനെ തന്നെ ഇതിന് ബിരിയാണി എന്നാ പറഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ബിരിയാണി വേണമെങ്കിൽ നമ്മൾ എപ്പോഴാണ് വെച്ചാൽ പോയി വാങ്ങിച്ച് കഴിക്കാം. ഇതിൻ്റെ പേരിൽ നമ്മൾ മാനസികം, ഇത് ഇടയ്ക്ക് എന്താ പറയുക, ഇതിങ്ങനെ മറ്റിങ്ങനെ പറയുമ്പോൾ നമുക്ക് ചില സമയത്തില്ലേ മാനസികമായിട്ടൊരു ടെൻഷൻ വരും. കാരണം കൂടെ പഠിച്ചവർക്ക് കല്യാണമായി, കുട്ടികളായി, ഇനിയിപ്പോൾ അവർക്ക് വരെ മക്കളായി. കൂടെ പഠിച്ച എൻ്റെ അവിടെ ഒരു മറ്റേ എൻ്റെ അനിയൻ്റെ അനിയനാണ്, അവൻ്റെ കുട്ടി എന്നെ വിളിക്കുന്നത് വലിയച്ചാന്നാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കുന്ന ഒരാൾ, അവർ നമ്മുടെ ലൈഫിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വരും, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും വരും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ കൂടെ കണ്ടിട്ട് പ്രപ്പോസലൊക്കെ ചെയ്യാൻ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രീ ആണ്, ഞാൻ സിംഗിളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. ഇനിയിപ്പോൾ 25 പ്രണയം എന്ന് പറഞ്ഞാൽ 25 ഞാൻ വെറുതെ 25 പറയാൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ. ഏതൊക്കെയോ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കും മുതലുള്ള പ്രണയമാണ് 25 എന്ന് പറഞ്ഞ്. അത് 24 പെണ്ണുങ്ങൾ എന്നെയാണ് തേച്ചത്, ഒരെണ്ണം ഞാൻ തേച്ചു. അപ്പോൾ ഇതൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം ആയിരിക്കുന്നവർ ആരാണെങ്കിലും എന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വരും. അതൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ, ബിരിയാണി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. എൻ്റെ കല്യാണത്തിന് തന്നെ ഓനെ ബിരിയാണി അണ്ണാക്കിൽ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഓൻ നിൽക്കുന്നത്. എന്നാൽ ഓക്കെ, ബൈ.